ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബേപ്പൂർ പുളിമൂട്ടിലോട്ടാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാഴ്ച കാണിച്ചു തരേ. ഈ നായ്ക്കുട്ടീനെ കണ്ടോ? അത് ഞങ്ങൾ ആൻറ്റീൻ്റെ വീട്ടിലെ നായ്ക്കുട്ടിയാണ്. സ്കൂബി എന്നാട്ടോ പേര്. അപ്പോൾ മുന്നിൽ ആൻറ്റീൻ്റെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റീനെ ഫോളോ ചെയ്ത് പോവുകയാണേ. ശരിക്കും ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. കുറച്ച് നേരെ ഞങ്ങൾ പിന്നാലെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ആൻറ്റി പോയി, സ്കൂബി അവിടെ സ്റ്റെക്കായി. നല്ല കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ നേരത്താട്ടോ എത്തിയത്. പകൽ പോകണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരുടെ ഉച്ചക്കത്തെ ഉറക്കവും മാറ്റി ഇവിടെ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ നേരമായി പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പകലത്തിനെ കാട്ടി സൂപ്പറായിരുന്നു ഈ ടൈം വന്നതുകൊണ്ട്. എന്ത് രസമുണ്ടെന്നറിയോ. ഞങ്ങൾ പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പീടികകളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടതും എണ്ണക്കടികളും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കുറേ കട്ടകളൊക്കെ ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ മക്കളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കും അങ്ങനെ കളിങ്ങനെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. കാശി ഒറ്റയ്ക്ക് കയറി ഇറങ്ങി കളിക്കിയിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ചു. എല്ലാവരും ഓരോരോ വ്യത്യസ്ത ഫ്ലേവറിലില്ലത് കേട്ടോ വാങ്ങിയത്. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് നേരം കടലിൻ്റെ അടുത്തൊക്കെ പോയി ഇരുന്നു. പിന്നെ ഞങ്ങൾ പുളിമൂട്ടിലോട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ഇങ്ങനെ റെഡ് കളർ ലൈറ്റ് കത്തിയുണ്ടോ, അതാണ് എൻഡ് പോയിൻറ്റ്. 1 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട്. പിന്നെ അവിടുന്ന് കണ്ടൊരു കാഴ്ച കേട്ടോ, ഇതിങ്ങനെ ബോട്ട് പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ വല റെഡിയാക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഈ ടൈമിലൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ കുറേ ഫെസിലിറ്റി ഉണ്ടായിരുന്നേ. പിന്നെ കാശിക്കോടൻ്റെ കാര്യത്തിലായിരുന്നു ടെൻഷൻ, വെള്ളത്തിൽ ഇറങ്ങുമോ കളിക്കുമോ എന്നൊക്കെ. അപ്പോൾ പക്ഷേ മൂപ്പര് ഇങ്ങനെ പൂഴിയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്, എന്തോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും അതിൽ കൂടി. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെയൊക്കെ എന്തായാലും നല്ല എല്ലാവരും വരാത്തവരൊക്കെ വരുന്ന് കാണുന്നത് നല്ല സ്ഥലമാണ്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ്. മക്കളെ അറേഞ്ച് ചെയ്യും ലവ് ഷേപ്പിലൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. അവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ട് അതിൻ്റെ അടുത്ത്. ആക്ച്വലി ഞാൻ ഇന്നവരെ ജിമ്മിൽ പോയിട്ടൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഞങ്ങളെ കളി എങ്ങനെയാ വെച്ചാൽ ഈ ഇതുണ്ടാവില്ലേ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ കളികളായിരുന്നു കേട്ടോ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ഞങ്ങളെ പറ്റുന്ന രീതിയിൽ ഞങ്ങളിങ്ങനെ ഓരോന്നും ചെയ്ത് കൂട്ടി. ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പാനിപൂരി കഴിക്കാനും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പാർസൽ വാങ്ങി കൊണ്ടുപോയി കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കഴിക്കണം, മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കിയിരുന്നേ. പിന്നെ ഇതിപ്പോൾ പാനിപ്പൂരി ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരാൾ കഴിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം എന്നോട് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞെടുത്തതാണ്. കണ്ടോളൂ. പിന്നെ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും കൂടെ കൂട്ടണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.